എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കം എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒടുക്കം വരെ എൻ്റെ ലീഡിങ് ലൈറ്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറായിരിക്കും. അതിലൊരു മാറ്റമില്ല. പിന്നെ അദ്ദേഹമാണ് മാർഗദർശി, അല്ലെങ്കിൽ ആ വഴിയിലാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അമ്പും ബില്ലുകൊടുത്തിട്ട് VD സതീഷിന് നേരെ അത് അയച്ചു വിടണം, അല്ലെങ്കിൽ KC വേണോപാൽ, അല്ലെങ്കിൽ K സുധാകരൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആരെങ്കിലും കാണുമ്പോൾ ഞാൻ ആയുധം കൊടുത്തിട്ട് അവർക്കെതിരെ പോരാടേണ്ടതാണോ പൊളിറ്റിക്സ്? കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ്, UDFൻ്റെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ ജനകീയ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ ഉന്നയിക്കുമ്പോൾ, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുറത്ത് സമരം ചെയ്യുമ്പോൾ, അസംബ്ലിക്കകത്ത് കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം തരുന്ന പിന്നെ അതിൻ്റെ സപ്പോർട്ട്, അത് ഞങ്ങളുടെ ലീഡർഷിപ്പ് റാങ്ക് ആൻഡ് ഫയൽ മുഴുവൻ ഞങ്ങളെ ആരെങ്കിലും ഇപ്പോഴത്തെ ലീഡർഷിപ്പ് അങ്ങനെ ആരെങ്കിലും ഒക്കെ പിന്നെ ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കേണ്ട ലീഡർഷിപ്പാണ് അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പിന്നെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അവർക്ക്. അപ്പം അതിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള ഒരു അടുപ്പത്തെ അതിനെന്തിനാ ഒരു നെഗറ്റീവ് ടോൺ? എന്തിനാ? അതിൽ ഉമ്മൻചാണ്ടി സാറ് കാണിച്ചെന്ന വഴി തന്നെയാണ്, അതിൽ നെഗറ്റീവ് ടോണില്ല. പിന്നെ എൻ്റെ ലീഡിങ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പോട്ടുള്ള വഴി. കാരണം ജീവനോടെ ഉള്ളപ്പോൾ മാത്രം വഴികാട്ടിയാവുന്ന ഒരാളായിട്ടല്ല അദ്ദേഹം ജീവിച്ചു മരിച്ചു പോയത്. അദ്ദേഹം മരിച്ചിട്ടിപ്പോഴും ഇപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആളുകൾക്ക് പോലും, അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും നാളെ അവർ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടി സാറുടെ ജീവിതം നാട്ടിൽ എന്താ പറയുക, അത് ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു അമേസിങ് ആയിട്ടുള്ള പിന്നെ ഒരു ജീവിത ചരിത്രമായിട്ട് അദ്ദേഹം നിലകൊള്ളും. അപ്പോൾ എനിക്ക് ആ ലീഡിങ് ലൈറ്റിൽ നിന്ന് ഒരു വ്യതിചലനം എനിക്കുണ്ടാവില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ ബാക്കി നേതാക്കന്മാരോടും ഉണ്ടാകാൻ പാടില്ല, വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനോ പാർട്ടി കോസിനോ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിനോ ഞാൻ വേറെ ആരോടും ഉണ്ട്, അങ്ങനെ ഒരു അർത്ഥമൊന്നും അതിനില്ലല്ലോ. ഉമ്മൻചാണ്ടി വൺസ് ഇൻ എ ലൈഫ് ടൈം, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഇങ്ങനെ ആവർത്തിച്ചുണ്ടാവുന്നതോ അല്ലെങ്കിൽ വേറൊരാളെ എളുപ്പം ആ കസേരയിൽ കൊണ്ട് വെക്കാൻ കഴിയാവുന്ന ഒരാളായിട്ടുള്ള അതിൽ സത്യം പറഞ്ഞാൽ ഒരു കമ്പാരിസൺ പോലും ഇല്ല. ഇപ്പം നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു കാര്യം നിരന്തരം ജനസമ്പർക്കമൊക്കെ പുലർത്തുമ്പോഴും അതൊരു പൊസിഷൻ റിലേറ്റഡ് ആണ് പലപ്പോഴും. MP എന്നുള്ള നിലയിലുള്ള, MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ നേച്ചറേ അതാണ്. അതിനൊരു പൊസിഷൻ്റെ തടസ്സമില്ല, അതിനൊരു പ്രദേശത്തിൻ്റെ പരിമിതികളില്ല, അതിന് വേറെ എന്തെങ്കിലും ലിമിറ്റേഷൻസിന് അതിനെ ബാധിക്കുന്നില്ല. ഈസ് ലിവിങ് ഫോർ ദാറ്റ്. ആ ലൈഫ് തന്നെ അതായിരുന്നു. നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന് ഇപ്പോൾ പൊളിറ്റിക്കലി ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ആയിരുന്നില്ലെങ്കിലും, ഒരിക്കൽ പോലും ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇത് മാത്രം. കാരണം ഞാനത് പറയാൻ കാരണം അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് മരണശേഷമാണ്. ഓരോ കാര്യവും അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ല. അപ്പം ഇനിയൊരു ഉമ്മൻചാണ്ടി എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്താ, അത്രയും നല്ലൊരു മോഡലിനെ കാണുമ്പോൾ അതിൽ കുറച്ച് നല്ല വശങ്ങൾ നമ്മളെ കൊണ്ടാവുന്നത് ഇൻകംപ്ലീറ്റ് ആർക്കും സാധിക്കില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? എല്ലാവരും അവരവരെ കൊണ്ടാവുന്ന ഉമ്മൻചാണ്ടിയുടെ നല്ല വശങ്ങൾ എടുക്കുക. അത് പല തരത്തിലായിരിക്കും. ചിലർക്ക് അത്രയും ഗ്രൗണ്ടഡ് ആയിട്ട് പാർട്ടി വർക്കേഴ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന, അപ്പോൾ അങ്ങനെ പറ്റുന്ന ആളുകൾ അത് ചെയ്യുക. പിന്നെ ആളുകളുടെ സേവന കാര്യങ്ങളിൽ ആളുകളുടെ പ്രയാസവും സങ്കടവും ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് കൊടുത്ത് അവർക്ക് കേൾക്കാൻ ഒരാളുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ നടപടിയെടുക്കാൻ കഴിയാവുന്ന അവരവരുടെ കപ്പാസിറ്റിയിൽ അത് ചെയ്യുക. സ്ട്രോങ് സെക്യുലറായിട്ട് ലൈഫ് മുഴുവൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. പൊളിറ്റിക്സിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ കരുത്ത് എപ്പോഴും തിരിച്ചറിയുക, അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എപ്പോൾ നോക്കിയാലും അവൈലബിൾ ആവും. ഇതെല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിൽ ഓരോരുത്തരും അവരവർക്ക് പറ്റിയത് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ്. അപ്പം എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് വെച്ച് നമ്മൾ കണ്ടത് അതാണ്, നമ്മൾ കണ്ട് വളരുന്നത്. ഞാൻ പറഞ്ഞത് ആളുകൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ കാണിക്കുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് കൊതിപ്പിക്കുന്നതാണ്, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പൊളിറ്റിക്സിൽ ഇറങ്ങുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. അത് ഏത് കട്ടിങ് അക്രോസ് പൊളിറ്റിക്സ് ആളുകൾ പിന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹത്തെക്കുറിച്ച് വിമർശകർ പറയുന്നത്, പാർട്ടിക്കകത്തും പുറത്തും ഈവൻ ലെഫ്റ്റിലും ഒക്കെയുള്ള ആൾക്കാർ പറയുന്നത്, ഒരു മികച്ച VD സതീശനാകാനല്ല, അദ്ദേഹം ഒരു പിണറായി വിജയനാകാനാണ് ശ്രമിക്കുന്നതെന്നാണ്. അത് ശരീരഭാഷയിലാകട്ടെ സംസാരിക്കുന്ന രീതിയിലാകട്ടെ കുറച്ചൊക്കെ ഈ ലെഫ്റ്റിൻ്റെതെന്ന് പറയപ്പെടുന്ന അരഗൻസിൻ്റെ കാര്യത്തിലാകട്ടെ അദ്ദേഹം VD സതീശൻ പിണറായിക്ക് പഠിക്കുകയാണോ? ഒരിക്കലും അല്ല. കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനും അതാവാൻ പഠിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്
പിന്നെ ഐഡിയോളജിയിൽ നിൽക്കുന്ന ഒരാൾക്കും ആവാൻ പഠിക്കാൻ പ്രചോദനമാകുന്ന ഒരാളല്ല പിണറായി വിജയൻ. അത് അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾ VD സതീശനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി വിജയനാവാൻ ഒരിക്കലും VD സതീശൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം VD സതീശനാണ്. പാലക്കാടും ചേലക്കരയും VD സതീശന്റെ പെർഫോമൻസിന്റെ ഒരു വിലയിരുത്തലാകും എന്ന് കരുതുന്നുണ്ടോ? VD സതീശൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് അല്ലല്ലോ ഇത്. UDFും പ്രതിപക്ഷവും ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് അല്ലേ. അതിന് അദ്ദേഹം ലീഡ് ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ, അതിപ്പം പിന്നെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ UDF ഒറ്റക്കെട്ടായിട്ടല്ലേ മുന്നോട്ട് പോയത്. അതിനും ഒരു UDFന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് അദ്ദേഹമാണ് അതിൻ്റെ ഫേസ് ആയിട്ട് വരിക. KPCC പ്രസിഡന്റ് നിലക്ക് K സുധാകരനാണ് വരിക. ഡൽഹിയിലേക്ക് വരുമ്പോൾ KC വേണുഗോപാലാണ് വരിക. അതൊന്നും ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നങ്ങളല്ല. പിന്നെ ഹിസ് റെസ്പോൺസിബിലിറ്റി, അതും UDF ചെയർമാൻ എന്നുള്ള നിലക്ക് UDF മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി നിൽക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ബൈ ഇലക്ഷനുകളിൽ വളരെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന കാര്യത്തിൽ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പോലും ബിഫോർ മന്ത്സ്, മാസങ്ങൾക്ക് മുമ്പേ വന്ന് ഇവിടുത്തെ പാർട്ടി തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്ന കാര്യത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ, വോട്ട് ചേർത്തുന്ന കാര്യത്തിൽ ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിയിട്ടുള്ള പ്രസ്ഥാനം. UDF ആണ് ഈ തെരഞ്ഞെടുപ്പിൽ. അത്തരം കാര്യങ്ങളിലൊക്കെ പിന്നെ പാർട്ടി നിർദ്ദേശമുണ്ട്. AICC ശ്രീ KC വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം AICCയുടെ ഒരു ഫുൾ ടൈം ഇൻചാർജ്, ഹി ഈവൻ വെൻ ടു ദ ബൂത്ത്സ്. AICC സെക്രട്ടറി PV മോഹൻ ബൂത്തുകളിലേക്ക് പോകുന്നു. KPCC ശ്രീ K സുധാകരൻ്റെ നിർദ്ദേശപ്രകാരം 2 പിന്നെ ആൾക്കാർ ഫുൾ ടൈം ചാർജായിട്ട് ഇവിടെ മൊത്തം ചാർജിന് കൊടുത്തു. ഓരോ മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ KPC വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും അവരവരുടെ തലങ്ങളിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഇതൊരു ഒരു ഒരു സിംഗിൾസ് അല്ല, ടീം ഗെയിം. അതിന് സ്വാഭാവികമായിട്ടും അദ്ദേഹം ലീഡ് ചെയ്യുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ ഇതുവരെയും. പാലക്കാടും ചേലക്കരയിലും വയനാടും ഒക്കെ പ്രത്യേകിച്ച് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെ ഉണ്ടാവും. ആ രീതിയിൽ UDFന്റെ ചെയർമാൻ്റെ പെർഫോമൻസിന്റെ ഒരു വിലയിരുത്തലാകുമോ ഇലക്ഷൻ എന്നാണ്? ഇലക്ഷൻ ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ വിലയിരുത്തലായിരിക്കും. അതിന് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോയുടെ വിലയിരുത്തലായിരിക്കും. ഒരു ഇൻഡിവിജ്വലിന്റെ വിലയിരുത്തലല്ല, കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തലായിരിക്കും. ഞങ്ങൾക്കിപ്പോൾ ഇൻഡിവിജ്വലിന്റെ വിലയിരുത്തലാവും എന്ന് പറയാൻ കോൺഫിഡൻസ് കുറവില്ല. ആ അർത്ഥത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അത് അദ്ദേഹം ഇതിന് നേതൃത്വം നൽകുമോ എന്നുള്ളതൊക്കെ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജാണ്. 2021 ഇലക്ഷനിൽ ലെഫ്റ്റ് ഗവൺമെന്റ് തിരിച്ചു വന്നത് ഗവൺമെന്റിന്റെ വിലയിരുത്തലിലൂടെയാണ്. 2021 ലെഫ്റ്റ് ഗവൺമെന്റ് തിരിച്ചു വന്നതിന്റെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻ, ഞാനിപ്പോഴും ഐ സ്ട്രോങ്ലി ബിലീവ് കോവിഡ് സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഓരോ ഇലക്ഷനിലും ആ സാഹചര്യം ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നു. കോവിഡ് സിറ്റുവേഷൻ ഉണ്ടാക്കിയ സിറ്റുവേഷനെ ഗവൺമെന്റ് ശരിക്കും അവരുടെ ഒരു PR എക്സസൈസിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഉപയോഗിച്ചു. അതുവരെയുള്ള ഇൻകംബൻസിയിൽ നിന്ന് എല്ലാവരുടെയും വീട്ടിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടൊരു യുദ്ധത്തിലേക്ക് പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിന്റെ സ്പേസിനേക്കാൾ കൂടുതൽ അപ്പോൾ എല്ലാവരും ഗവൺമെന്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തെ അവരുടെ ഒരു PR ഏജൻസിയുടെ കൂടെ സഹായത്തോടു കൂടി അവർ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, ആ കോവിഡ് ഉണ്ടായത് ഹിറ്റ് ചെയ്തത് മുതൽ ആ ഒരു വർഷത്തേക്ക് വരെയുള്ള സമയത്തിൽ അതിൻ്റെ ഒരു ഷാഡോസിൽ മറ്റെല്ലാ ചെയ്തികളും താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും അഴിമതിയൊക്കെ പറയുമ്പോൾ പോലും ആളുകൾക്ക് കേൾക്കാൻ, ആളുകളുടെ ഒരു ഭയം എല്ലാ വീടുകളിലും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അതിലേക്കായിരുന്നില്ല ആളുകളെ അഡ്രസ് ചെയ്യും, അറ്റൻഷൻ. പക്ഷെ അതിൻ്റെ ശേഷം നമ്മൾ കോവിഡിനെ മാനേജ് ചെയ്ത രീതി പോലും പിന്നെ അത് കൂടുതൽ ഡിബേറ്റബിളായി. ആ സമയത്തായിട്ടില്ലായിരുന്നെങ്കിൽ അത് കൂടുതൽ ഡിബേറ്റബിളായി. ആ ഒരു പീരീഡ്, ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക സിനാരിയോയിലാണ് അത് സംഭവിച്ചെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 2020 ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിനെയും വേണ്ട വിധത്തിൽ പിന്നെ മാനേജ് ചെയ്യാൻ സാധിച്ചില്ല ഈ സിറ്റുവേഷനിലെ സാഹചര്യത്തിൽ. അതുപോലെ തന്നെ പിന്നെ ബൈ ഇലക്ഷൻസിൽ പിന്നെ 2019 ബൈ ഇലക്ഷന് ശേഷം കിട്ടേണ്ടിയിരുന്ന റിസൾട്ടിനെ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ അന്ന് പിന്നെ ചെറിയ പ്രയാസമുണ്ട്. പക്ഷെ ഇപ്പൊ ആ തെറ്റുകളിൽ നിന്നെല്ലാം പാഠം പഠിച്ചിട്ട് ഇപ്പൊ 2019 ലോക്സഭാ ഇലക്ഷൻ അതല്ലേ ഉദ്ദേശിച്ചത്, അതിന്റെ ശേഷം ഉണ്ടായ 2 ബൈ ഇലക്ഷൻ നമ്മൾ വേണ്ടത്ര പിന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട്, നമുക്ക് കിട്ടേണ്ടിയിരുന്ന റിസൾട്ട്, നമ്മൾ ഡിസേർവ് ചെയ്ത റിസൾട്ട് അല്ല അവിടെ വന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതിന് ഇപ്പോൾ നമുക്ക് എവിഡൻസുകൾ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഓരോന്നും ശരിയാണെന്നുള്ള, അന്ന് ഞാൻ പറഞ്ഞ ആ മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ ജനത്തിന് ചിന്തിക്കാൻ പറ്റാത്തത് ഇപ്പോൾ വന്നു. VD സതീശനും
ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ഈസ് ഡൂയിങ് വെരി ഗുഡ്. വളരെ നന്നായിട്ട് തന്നെയാണ് അദ്ദേഹം അസംബ്ലിക്കകത്തും പുറത്തും. അവർ തമ്മിൽ ഒരാളെ കമ്പയർ ചെയ്തിട്ട് ഒരാൾ മേലെ ഒരാളെ താഴെയാക്കേണ്ട ഒരു എക്സസൈസിന് ഞാൻ നിൽക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ശരി, ഒന്ന് കുറച്ച് ഡിലേഡ് ആയിട്ട് ബോധ്യപ്പെട്ടു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫിയർ സൈക്കോസിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കോവിഡിൻ്റെ ഒരു ആഗോളതലത്തിൽ തന്നെ അത് പലയിടത്തും ഗവൺമെൻറ്റുകളെ ആ ഒരു സിറ്റുവേഷൻ സഹായിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ ഗവൺമെൻറ്റുകൾ ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഗവൺമെൻറ്റുകൾ, പിന്നെ പബ്ലിക് മണി ആണെങ്കിലും ആളുകൾ കൊടുക്കുന്ന സഹായമാണെങ്കിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഇതുവഴി മാത്രം നടക്കുന്ന ഒരു കാലവും സമയമൊക്കെ ആയിരുന്നല്ലോ. അപ്പം ദേ ബോത്ത് ആർ ഗുഡ്. അവർ രണ്ടുപേരും അവരുടേതായ രീതിയിൽ അവരുടേതായ ശൈലിയിൽ നല്ല രീതിയിൽ തന്നെ UDF നേതൃത്വം നൽകുന്ന ആളുകളാണ്. പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്. പാലക്കാട് മത്സരത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന എതിരാളിയാരാണ്? ഇവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ രണ്ടാമത് വന്നിരിക്കുന്ന BJP ആണ്. അവരും UDFും തമ്മിലുള്ളൊരു മത്സരം കഴിഞ്ഞ 2016, 2021, 2024 ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ആർ വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നത് അവരെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തോട്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അവരെ രണ്ടാമത് വെക്കേണ്ടതോ മറ്റവരെ മൂന്നാമതാക്കേണ്ടതോ അല്ലെങ്കിൽ അവരെ രണ്ടാമതാക്കേണ്ടതോ മൂന്നാമതാക്കേണ്ടതോ ആയിട്ടുള്ളൊരു ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അല്ല, ഞങ്ങൾക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിട്ട് 16, 21, 24 BJP ആയിട്ടാണ് ഇവിടെ UDFന്റെ ഡയറക്റ്റ് ഫൈറ്റ് വരുന്നത്. അപ്പം ഈ ഇലക്ഷനിൽ അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ളത് ഒന്നാമത് ഞങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങളുടെ പാസ്റ്റ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത് ഞങ്ങളാണെങ്കിൽ രണ്ടാമത് ഞങ്ങൾക്ക് അതിന്റെ ഒരു അസസ്മെന്റ് ഉണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അസസ്മെന്റ് ഉണ്ട്. പക്ഷെ ഞാനതൊരു ഡിക്ലറേഷൻ ആയിട്ട് പുറത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ. 16, 21, 24 എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ എനിക്കിപ്പോൾ അവരെ രണ്ടാമതാക്കണം നിർബന്ധം എനിക്കെന്താ ഉള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് ഒന്നാമതാവണം എന്നുള്ള നിർബന്ധമുണ്ട്. BJP പ്രധാന എതിരാളി കഴിഞ്ഞ 2 തവണയും അന്ന് പറയുമ്പോൾ ഈ BJP ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നാണ് അവിടെ ഉണ്ടായിരുന്ന MLA UDF പിൻവലിച്ചു കൊണ്ടുപോയത്, കോൺഗ്രസ് പിൻവലിച്ചു കൊണ്ടുപോയത്. 2 ഈ തെരഞ്ഞെടുപ്പ് തന്നെ സാധ്യമാക്കി എന്ന് പറഞ്ഞ് CPM ഉൾപ്പെടെ കാരണമായിട്ട് വിമർശനം ഉന്നയിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭ MP ആയിരുന്ന KC വേണുഗോപാൽ തന്റെ കാലാവധി പൂർത്തിയാകാതെ അവിടെ നിന്ന് ആലപ്പുഴ വന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി മത്സരിച്ചു. അപ്പോൾ അവിടെ BJP ജയിച്ചു. KC വേണുഗോപാൽ ഒഴിഞ്ഞെടുത്ത് BJP ജയിച്ചു. ഇവിടെ ഇനി വീണ്ടും BJPക്ക് കളമെടുക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഈ ഇലക്ഷൻ വരെ അത് പറയാം. പക്ഷെ ഒരിക്കൽ കൂടെ BJPയെ പരാജയപ്പെടുത്താൻ കളമൊരുക്കി എന്നുള്ളതായിരിക്കും അതിന്റെ നെറ്റ് റിസൾട്ട് വരാൻ പോകുന്നത്. 2, ഓരോ ഇലക്ഷനും പ്രാധാന്യത്തോടെ നോക്കി കാണുമ്പോൾ, പ്രത്യേകിച്ച് ലോക്സഭ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു BJPയെ വിടും, ഒരു ആന്റി CPM അല്ലെങ്കിൽ ആന്റി കോൺഗ്രസ് സ്പേസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഇപ്പം ആലത്തൂർ നിയോജകമണ്ഡലം ആന്റി കോൺഗ്രസ് സ്പേസിലാണ് CPM നിൽക്കുന്നത്. ആ സ്പേസിൽ മന്ത്രിയായിരുന്ന ഒരാളെ, K. രാധാകൃഷ്ണൻ എന്ന മന്ത്രിയായിരുന്ന ഒരാൾ, എത്രയോ വർഷം MLA ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞു വിടുമ്പോൾ അവിടെയുള്ള ഒരു ആന്റി കോൺഗ്രസ് സ്പേസ് CPMനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ചേലക്കര പോലൊരു സ്പേസിൽ നിങ്ങൾ ഈ കോൺഗ്രസിന് വീണ്ടും ഒരു സാധ്യത തുറന്നു കൊടുക്കുന്നു ചോദിച്ചാൽ എന്തായിരിക്കും CPMന്റെ ഉത്തരം? അല്ല, അതാ ഞാൻ പറഞ്ഞ ആന്റി കോൺഗ്രസ് വികാരമുള്ള ഒരാൾ ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഒരു ഉത്തരം? അപ്പൊ അവരുടെ ഈ ആ നയത്തിന്റെ കാരണം ഒരു സീറ്റ് ലോകസഭയിൽ അപ്പോൾ ഉണ്ടാവുക എന്നുള്ളതിന്റെ പ്രാധാന്യമാണ്. അത് എല്ലാവരും പ്രാധാന്യത്തോടെ കണ്ട ഒരു ദേശീയ തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച, കോൺഗ്രസ് അതിനെ ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച, ഒരു തവണ കൂടെ BJP വന്നാൽ ഭരണഘടനയെ തകർക്കുമെന്ന് BJP പരസ്യമായി നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അപ്പം മറ്റെന്തിനേക്കാളും പ്രാധാന്യം അതിനെതിരായിട്ടുള്ള ഒരു ഫോഴ്സിന്റെ സ്ട്രെങ്ത്തിനുണ്ട്. അതിനെയാണ് പാർട്ടി ഞങ്ങളോടും പറഞ്ഞത്. ഇപ്പൊ അതിന്റെ ഗുണമുണ്ടായി. ഇപ്പൊ ഇന്ത്യ മുന്നണി, വി ആർ ടെക്നിക്കലി നോട്ട് ഇൻ പവർ, ബട്ട് ഇപ്പോൾ രാജ്യത്ത് പ്രതിപക്ഷം എന്നുള്ളൊരു സ്ട്രെങ്ത് രാജ്യത്തുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ എൻഡ് ഓഫ് ദ ഡേ BJPക്ക് എതിരായിട്ടുള്ള ഒരു വലിയ ഫൈറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ പിന്നെ വടകരയിൽ ഉണ്ടായത്. തൃശ്ശൂരിലെ മുരളിയേട്ടൻ്റെ ഫൈറ്റ്, ഇന്റേൺ ഞാൻ അവിടെ പോകുന്നത്, ഇതിൻ്റെയൊക്കെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് രാജ്യത്ത് BJPക്ക് എതിരായിട്ടുള്ള കൗണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പാലക്കാട്ടെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തിരിച്ചറിയും. 1. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് റിസ്കി ആവുന്നത് എപ്പോഴാണ്? BJP ജയിച്ചാലാണ്. BJP പാലക്കാട് ജയിക്കില്ല. BJPക്ക് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല. ജനങ്ങളാണ് ഉറപ്പ്, പാലക്കാട്ടെ ജനങ്ങളാണ് ഉറപ്പ്. ആ ഉറപ്പിൽ തന്നെയാണ്, ഞാൻ ഒട്ടും അഹങ്കാരം പറയുന്നതല്ല, എൻ്റെ ആത്മവിശ്വാസം ജനങ്ങളാണ്. അവർ തന്നെയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇത് പാലക്കാട് നിന്ന് ജയിക്കാതിരിക്കാനുള്ള പൊളിറ്റിക്കൽ വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ഉള്ളിൽ നിന്നുള്ളവർ തന്നെയാണ് ഇപ്പൊ ആക്ഷേപിക്കുന്നത്, ഇവിടെ RSSും VD സതീശനും കോൺഗ്രസുമായിട്ട് ഡീല് നടന്നിരിക്കുന്നു എന്നുള്ളത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയായിരുന്നെങ്കിൽ അവരൊക്കെ എന്തിനാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചത്? ഇങ്ങനെ ഒരു അപ്പൊ എന്താ ചോദിക്കുന്നത്? ഈ പറയുന്ന ഞാൻ സ്ഥാനാർത്ഥി ആയാൽ കോൺഗ്രസിന് ഒരു കുഴപ്പമില്ല, ഞാൻ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ കോൺഗ്രസിലെല്ലാം ഡീൽ, അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. നിങ്ങൾ പിന്നെ വെയിറ്റ് ഫോർ ദ കൗണ്ടിങ് ഡേ. കൗതുകത്തിന് ചോദിക്കുക, അയാൾക്ക് ഭയങ്കര എനർജി ലെവലാണ്. ഈ വടകരയിലൊക്കെ വന്നപ്പോൾ ഈ പാതിരാത്രി, ഞാൻ 3 മണിക്ക് വൈകുന്നേരം സമ്മേളനം നടക്കുന്നിടത്ത് രാത്രി 8:30 9 താങ്കളുടെ കവലയിലെത്തിയത്. ഇപ്പോഴും ഇങ്ങനെ ശബ്ദമൊന്നും ഇല്ലാതെ തന്നെ താങ്കൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇതൊക്കെ ഓടി? അതിപ്പം 3 മണിക്ക് ഒരു സ്ഥലത്ത് ചെല്ലാന്ന് വിചാരിക്കുക, പുലർച്ചെ 3 മണിക്ക്. ഞാൻ പലപ്പോഴും അവിടെ ക്യാമ്പയിൻ തീർന്നപ്പം ഇപ്പം കുറ്റ്യാടി നിയോജകമണ്ഡലത്തിലെ ലാസ്റ്റ് പോയിന്റ് 4:35 എത്തേണ്ടത്. നോട്ടീസ് പ്രകാരം 8:30 സമാപനം, പുലർച്ചെ 4:35. പിറ്റേ ദിവസം 7 മണിക്ക് അടുത്ത ദിവസത്തെ പര്യടനം ഞാൻ തുടങ്ങാം. 4:35 തീർന്ന് റൂമിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് 5:35 ആവും. അപ്പോൾ ഒരു 6 മണിക്ക് കടന്നാൽ 7 മണിയാകുമ്പോഴത്തേക്കും ബെല്ലടിക്കും. അപ്പം അതിൻ്റെ എനർജി എൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ഇപ്പം 3 മണിക്ക് ഒരു സ്ഥലത്ത് എത്തുക, 8 മണിക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിന്നിട്ട് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചു, ഇവിടെ നേരത്തെ എത്ര ആളുണ്ടായിരുന്നില്ല, നിങ്ങൾ ഈ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പോയി, ഇങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഡൗൺ ആവും. 4:30 മണിക്ക് എത്തുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നത് കണ്ട ഞാനെന്നല്ല ആരാണെങ്കിലും എനർജൈസ്ഡ് ആവും. അത് ആ ജനതയുടെ എനർജിയാണ്, അത് വടകരയുടെ ജനങ്ങളുടെ എനർജിയാണ്. ആ എനർജി എനിക്ക് കിട്ടുക ചെയ്ത്, ഞാൻ അവർക്ക് എനർജി കൊടുക്കുകയല്ല, എനിക്ക് അവരുടെ എനർജി, അത് ഭയങ്കര എനർജിയാണ് അവർ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. വടകരയാണ് നേരത്തെയുള്ള ഉമ്മൻചാണ്ടി ചോദ്യം വന്നത്. കാരണം പുള്ളി ജനസമ്പർക്കത്തിനൊക്കെ നിൽക്കുമ്പോൾ ഈ ചെറിയ മറ്റേ ബദാം പരിപ്പ് മാത്രം അടിച്ചുകൊണ്ട് ഒരു 12 മണിക്കൂറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പാലക്കാട് വന്ന സമയത്ത്. അപ്പം ഞാനിങ്ങനെ അടുത്ത് നിൽക്കണം, നമുക്ക് മാറാനും തോന്നുന്നല്ലോ ഓരോ അപേക്ഷ ഇങ്ങനെ കേൾക്കുന്നതും. അതിന് പ്രായോഗിക വഴികളുണ്ട്. ഇപ്പം ഇവിടെ കൽപ്പാത്തി രഥോത്സവത്തിന് രഥനിർമ്മാണത്തിന് ഫണ്ട് വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടി ചെന്നിട്ട് സാറേ ഫണ്ട് അനുവദിക്കണം. അപ്പം പുള്ളി പറഞ്ഞു ദേവസ്വം മിനിസ്റ്ററായിട്ട് സംസാരിക്കുക. അപ്പം അവിടെ ചെന്നപ്പോൾ അങ്ങനെ അമ്പലത്തിന് നേരിട്ട് രഥനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാനുള്ള ഹെഡില്ല. അപ്പം എന്ന് പറഞ്ഞു രഥോത്സവം പിന്നെ ടൂറിസം ഹെഡില്ല. അപ്പം അവ നേരെ ടൂറിസം മന്ത്രിയുടെ അടുത്തേ പോയി. അവിടെ ചെന്ന് സാറേ ഇങ്ങനെ രഥനിർമ്മാണത്തിന് കുറച്ച് ഫണ്ട് അനുവദിക്കണം, അവിടുത്തെ മിനിസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ അത് ടൂറിസം ആക്ടിവിറ്റിക്ക് ഫണ്ട് അനുവദിക്കാൻ പറ്റും, രഥനിർമ്മാണത്തിന് എങ്ങനെയാണ് ഫണ്ട് അനുവദിക്കുന്നത്? അപ്പോൾ അതവിടെ ബ്ലോക്ക് ആവുക. അപ്പോൾ നേരെ പുള്ളിയുടെ അടുത്തേക്ക് പോകും. പുള്ളി ഇങ്ങനെ ആലോചിച്ച് രഥനിർമ്മാണം പിന്നെ രഥോത്സവം നമ്മുടെ ടൂറിസം കലണ്ടറിലുണ്ട്, അത് നമ്മുടെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കലണ്ടറുണ്ട്. അവർക്ക് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, ഒരു സാംസ്കാരികമായിട്ടും വിശ്വാസപരമാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം. അല്ലാണ്ട് എല്ലാവരും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതിൽ പുതിയൊരു ഹെഡ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. എന്നിട്ട് ആ ഹെഡ് വഴി പൈസ പിന്നെ ഇതിൻ്റെ രഥനിർമ്മാണത്തിന് കഴിയാവുന്ന ഒരു ഫണ്ട് കൈമാറുന്നൊക്കെയാണ്. അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് നടത്തണം. രഥം നടക്കുമ്പോൾ ഇത് തട്ടി മറ്റേ രഥം തട്ടി കറണ്ട്, അപ്പോൾ ലൈൻ ഓഫ് ചെയ്തിടണം. ഓവർ ഹെഡ് ക്രോസിംഗ് മുഴുവൻ അഴിച്ചു വെക്കണം. എനിക്ക് MLA ഫണ്ടെന്ന് ചെയ്യാൻ MLA ഫണ്ടിൻ്റെ ഗൈഡ് ലൈനിൽ അത് വരുന്നില്ല. അപ്പോൾ അതിൽ സ്പെഷ്യൽ സാങ്ഷൻ വേണം. അപ്പോൾ അത് അവിടെ പ്രതിസന്ധിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ ചെല്ലുകയാണ്. അപ്പം പറയുന്നത് ഇതൊരു അസറ്റ് ക്രിയേഷൻ ആണ് എന്നുള്ളത് പുള്ളി പറയും. കാരണം ഇതുപോലത്തെ ഒരു സ്ഥലത്ത്, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്ത് വലിയൊരു അപകടം ഒഴിവാക്കാൻ നടത്തുന്ന ഒരു അസറ്റ് ക്രിയേഷനാണ്. അപ്പം MLA ഫണ്ട് വെച്ചിട്ട് അണ്ടർഗ്രൗണ്ട് കേബിളൊക്കെ ഇപ്പം രഥോത്സവത്തിന് കറണ്ട് പോവില്ല. സാറ് വന്നതിൻ്റെ ശേഷം നമ്മൾ MLA ഫണ്ടെന്ന് ചെയ്ത അത്രയും പതിറ്റാണ്ടുകൾ രഥോത്സവം നടക്കുമ്പോൾ ഈ ഓവർ ഹെഡ് ക്രോസിംഗ് മുഴുവൻ അഴിച്ചു വെക്കണം, കറണ്ട് ഓഫ് ചെയ്ത് വെക്കണം. ഇപ്പം കറണ്ട് പോവില്ല. അപ്പം അത് ചെയ്തിട്ട് അപ്പം നമ്മൾ ഈ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിനും പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇങ്ങനെ സത്യം പറഞ്ഞ ജനസമ്പർക്ക പരിപാടി എല്ലാവരും പറയുന്നത് ഈ ആനുകൂല്യ വിതരണത്തിൻ്റെയാണ് പ്രധാനപ്പെട്ട ഒരു സാധനം. എൻ്റെ അഭിപ്രായത്തിൽ അത് അടുത്ത് നിന്ന് കണ്ടപ്പോൾ അതല്ല. അത് മനുഷ്യരുടെ ജീവിതത്തിൽ കുറേ ഉണ്ടാക്കിയ നൂലാമാലകളെ
ഇപ്പം ഞാൻ ഒരു വിധവാ പെൻഷൻ വാങ്ങുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്, ഒരു വ്യക്തി, ഒരു സ്ത്രീ എങ്കിൽ അത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് ഓഫീസേഴ്സ് പോയി ഇതിന്റെ പിന്നെയും പോയി സൈൻ ചെയ്യും. പുള്ളി പറഞ്ഞ് സെൽഫ് അറ്റസ്റ്റേഷൻ മതി. അപ്പോൾ എല്ലാവരും ഞാൻ അതെങ്ങനെ ശരിയാവും, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ആ ഒരു വ്യക്തി പറയുന്നതിനേക്കാൾ കൂടുതൽ വേറെ ആരാ പറയേണ്ടതെന്ന് ചോദിക്കും. അത് നിരന്തരം ജനങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ, അപ്പം നമ്മൾ പുള്ളിയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ പറയുന്നു, സാർ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ, ജസ്റ്റ് എന്തെങ്കിലും, അല്ല താൻ പോക്കോ എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ നമ്മൾ ചെറുപ്പമൊക്കെയാണ്, പക്ഷെ നമ്മൾ തോറ്റു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് എനർജി എടുക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് എനർജി കൊടുക്കുകയും ചെയ്യുന്നത്. അവിടെ ഒരു കൊടുക്കൽ വാങ്ങലാണ് നടക്കുന്നത്. നമുക്കൊക്കെ ജനങ്ങളിൽ നിങ്ങളുടെ കിട്ടലേ ഉള്ളൂ. നികത്താൻ എളുപ്പമല്ല, ഒരാൾക്ക് നികത്താൻ എളുപ്പമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് പല മേഖലകളിലായിട്ട് അതിന് ശ്രമിക്കും. CPM ആവർത്തിച്ച് പറയുന്നത് ഷാഫി വടകരെ കൊണ്ടുപോയത് തന്നെ പാലക്കാട് BJPക്ക് ഒരു സീറ്റ് കൊടുക്കാനാണെന്നാണ്. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? BJPക്ക് ഒരു സീറ്റ് കൊടുക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് UDF അല്ലേ? BJPക്ക് ഒരു സീറ്റ് ഉണ്ടാവരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന UDF അല്ലേ? ഇപ്പൊ എന്നെ പറ്റി പോയപ്പോൾ പറഞ്ഞു അവിടെ ഡീലാണ്, വടകരയിൽ ഡീലാണ്, BJP ആയിട്ട് ഡീലാണ്. ഞാൻ നോക്കിയപ്പോൾ അവിടെ BJPയുടെ വോട്ട് കൂടുന്നു, ഞങ്ങളുടെ വോട്ട് ഓൾമോസ്റ്റ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടും ഞങ്ങളുടെ വോട്ട് ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു. CPMൻ്റെ വോട്ട് വ്യാപകമായിട്ട് കുറയുന്നു. ഇവിടെ കുറയുന്നു, അവിടെ കൂടുന്നു. അപ്പോൾ ആര് തമ്മിലാണ് ഡീൽ? ഞങ്ങൾക്കൊരു ഡീലേ ഉള്ളൂ, അത് ജനങ്ങളുമായിട്ടുള്ള ഡീലാണ്. അത് വടകരയിലും ഉണ്ട്, പാലക്കാടും ഉണ്ട്. ഞങ്ങൾക്ക് ആ ഡീല് മതി. പിന്നെ ഇവിടെ BJP ആയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഒട്ടും സെൻസിബിൾ അല്ലാത്തൊരു കമൻ്റാണ്. അതൊരു പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ സാധിക്കില്ല. അത് ആരാ പറഞ്ഞെന്നുള്ളതും താങ്കൾക്കറിയാം. ഹൂ നോസ് ആരാ പറഞ്ഞെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തി അവരാണ്. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൽ രണ്ടാമത് നിൽക്കുന്നവനോട് എങ്ങനെ ഞങ്ങൾ ഡീല് വരുന്നത്? അതൊരു ശരിക്കും ഒരു അബദ്ധമാണ് ആ പറയുന്നത്. ഞാൻ കുറച്ചും കൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ് ആ പറയുന്നത്. കാരണം ഞങ്ങൾ ജയിക്കാൻ വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഇതുപോലൊരു കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ട് മത്സരിക്കുമ്പോൾ ഇത് BJPക്ക് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് നിൽക്കുക എന്ന് പറയുന്നവർക്ക് സെൻസ്ലെസ് എന്ന് ഞാൻ പറയും. ഒട്ടും സെൻസിബിൾ അല്ല. കാരണം ഞങ്ങൾക്കിത് ജയിച്ചേ പറ്റൂ. 2026 ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം. അത് അധികാരത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവണം. അപ്പം ഞങ്ങളെയാണ് ജനങ്ങൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് നിറവേറ്റാൻ ഞങ്ങൾ സെമി ഫൈനലിൽ നിൽക്കുക. 2 സെമി ഉണ്ട്. ഒന്ന് ഇത് ഇനിയിപ്പോൾ ലോക്കൽ ബോഡിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ദിസ് ഇസ് എ മേജർ തിങ്. അപ്പോൾ ആ സെമി ഫൈനലിൽ ഞങ്ങൾക്ക് പരാജയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുമോ? ഞങ്ങൾക്ക് ഒന്നാമതാവണം. പാലക്കാട്ടെ ജനമനസ്സിൽ ഞങ്ങൾ ഒന്നാമതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് വിജയിക്കണം. അതിനുവേണ്ടിയുള്ള വർക്കും അതിനുവേണ്ടിയുള്ള കാൻഡിഡേറ്റുമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വർക്കും. പക്ഷെ അതിൽ ഒരു കാര്യം മറക്കരുത്, 21 ഇലക്ഷൻ്റെ ടുവേഴ്സ് എൻഡ് വരെ ഇ ശ്രീധരനും ഷാഫിയുമായിട്ട് നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ട്. മേ ബി ഇ ശ്രീധരൻ ജയിച്ചേക്കുമെന്നൊരു പ്രതീതി വരുന്നു. CPM സ്ട്രോങ് ഹോൾഡായ കണ്ണാടി പഞ്ചായത്തൊക്കെ എത്തുമ്പോഴാണ് ഷാഫി തിരിച്ചു വരുന്നത്. ഇൻഫാക്ട് ട്രോളും ഉണ്ടായിരുന്നു, മറ്റേ കേറിവാ ഷാഫി എന്ന് പറയുന്നത് മുഴുവൻ CPM ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്ന് വോട്ടുണ്ട്. ഇത് പഠിച്ചിട്ടുണ്ടോ? ആ തെരഞ്ഞെടുപ്പിൽ കണ്ണാടി പഞ്ചായത്തിൽ എന്നേക്കാൾ വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് 21 ഉണ്ട്. എന്നേക്കാൾ വോട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഷാഫി ഇ ശ്രീധരന്റെ മേളിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ BJPയും തമ്മിലുള്ള ഫൈറ്റിൽ ഞങ്ങളുടെ മേളിലേക്ക് വരുന്നത്. മാത്തൂർ പഞ്ചായത്തിൽ CPM വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിന് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് 2 ഭാഗമാണ്, 3 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും. മുനിസിപ്പാലിറ്റിയിൽ BJP ഒരു ഫോഴ്സാണ്. പഞ്ചായത്തിൻ്റെ 2 പഞ്ചായത്തുകളിൽ CPM ഒരു ഫോഴ്സാണ്. 2 ഉള്ളത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് പഞ്ചായത്തിലും കൃത്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷനും ഉണ്ട്, മുനിസിപ്പാലിറ്റിയിലും ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട്. 3-2 പഞ്ചായത്ത് ഭരിക്കുന്നത് ഞങ്ങളാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഞങ്ങളാണ്. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ദ ഗ്യാപ്പ് ഈസ് വെരി നേരോ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ BJP ഓവർകം ചെയ്യും. അപ്പം ആ പറഞ്ഞ ആ സാഹചര്യം, പിന്നെ ആ 3859 എനിക്കൊരു ചെറിയ നമ്പറായിട്ട് തോന്നുന്നില്ല. ആസ് യു സെഡ്, ഓഫീസ് വരെ തുറക്കും എന്നുള്ള കോൺഫിഡൻസിലേക്ക് അത്രയും ജയം അവർ ഉറപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഘടകം അന്ന് ഞങ്ങൾക്ക് എതിരായിരുന്നു.
അന്നത്തെ പൊളിറ്റിക്കൽ സെനാരിയോ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ഈ ജില്ലയിൽ കോൺഗ്രസിന് ഒരേ ഒരു സീറ്റാണ് ഉണ്ടായത്, ബാക്കിയെല്ലാം ഞങ്ങൾ തോറ്റു. അന്ന് രണ്ടാമതും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർച്ചയായി ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കോൺഗ്രസും UDF കടന്നു പോകുന്നൊരു സമയം. ദാറ്റ് മീൻസ് പൊളിറ്റിക്കലി കേരളം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. അവിടെ മെട്രോമാൻ ഈ ശ്രീധരനെ പോലൊരു കാൻഡിഡേറ്റ്, പ്രധാനമന്ത്രിയെപ്പോലുള്ള ആളുകൾ നേരിട്ട് വന്നു, ആഭ്യന്തരമന്ത്രിയെപ്പോലുള്ള ആളുകൾ വന്ന്, മറ്റ് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാരൊക്കെ വന്ന് പ്രചണ്ഡമായ പ്രചരണം, അവരുടെ മുഴുവൻ റിസോഴ്സസ് അതെല്ലാം ഉപയോഗിച്ചിട്ടും അവർ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നിട്ടും 3859 വോട്ടിന് ഞങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇനി താഴോട്ടല്ല, അതിൽ നിന്ന് മേലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ടു ദ പോയിന്റ് ആയിട്ട് മറുപടി പറഞ്ഞാൽ മതി. അതായത് 2021 ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നതിൽ CPM ഒരു റോൾ ഉണ്ടായിരുന്നു എന്ന് ഷാഫി വിശ്വസിക്കുന്നുണ്ട്. ഓർഗനൈസേഷനലി അല്ല, CPM തീരുമാനിച്ചിട്ട് കുറച്ച് വോട്ട് ഷാഫിക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ല, അത് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ഡീലാണ്. ഇവിടുത്തെ സെക്യുലർ മൈൻഡുള്ള ആളുകൾ ഇവിടുത്തെ BJP ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മുന്നണി UDF ആണെന്ന് തീരുമാനിക്കുന്നിടത്താണ്. അത് ദാറ്റ് മേ ഹാപ്പൻ ഈവൻ നൗ ഓൾസോ. ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്വഭാവം പഠിച്ചാൽ CPM വോട്ട് കിട്ടിയിട്ടുണ്ട്. CPM വോട്ടെന്ന് എനിക്ക് അതിനെ വിളിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ CPM വോട്ടെന്ന് പറയുന്നത് നമ്മൾ എന്താ, ഓർഗനൈസേഷനിൽ അവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ കാഡർ അവർ തീരുമാനിക്കുന്ന ഇത്ര ആളുകൾ, അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു, പോളിംഗ് സമയത്ത് അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു, പോളിംഗിന് ശേഷം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, അത് ആളുകൾ, ഇവിടുത്തെ ജനങ്ങൾ, അത് ചിലപ്പം കട്ടിങ് അക്രോസ് റിലീജിയൻ, കാസ്റ്റ്, പാർട്ടി ഞങ്ങളുടെ കൂടെ, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ നിൽക്കും. മാത്രമല്ല ഇത്തവണ കുറച്ചുകൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. കാര്യം എന്താ അറിയോ, 2 ഗവൺമെന്റുകൾക്കും എതിരായിട്ടുള്ള ഇൻകംബൻസിയും 2 പാർട്ടികൾ ഉണ്ടാക്കിയ നെക്സസും. ഇപ്പൊ തൃശ്ശൂർ പൂരം പോലൊന്ന് കലക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന BJP ഫോർ ഒരു സീറ്റിന് വേണ്ടി, തൃശ്ശൂർ പൂരം കലങ്ങിയാലും വേണ്ടില്ല ഞങ്ങൾക്കൊരു സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന BJP, ആ BJP ആഗ്രഹത്തിന് കളമൊരുക്കി കൊടുക്കുന്ന പോലീസും ആഭ്യന്തര വകുപ്പും ഗവൺമെന്റും പാർട്ടി CPM. ഞാൻ ചോദിക്കുന്ന, ആ പാർട്ടിയുടെ പ്രവർത്തകർ, ഇപ്പൊ CPIയുടെ നേതാവാണ് സുനിൽ കുമാർ, സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താ, ദുരൂഹമാണെന്ന്. തൃശ്ശൂർ വോട്ട് കുറഞ്ഞത് UDF-നാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർ നേരത്തെ ഇപ്പൊ ഇവിടെ വോട്ട് കുറഞ്ഞു പറഞ്ഞത്, ചിലപ്പം ഒരു സെക്യുലർ ഫോഴ്സസ് അവിടെ ചിലപ്പോൾ മുമ്പിൽ സുനിൽ കുമാർ എന്നുള്ള തരത്തിലേക്ക് അവിടെ വോട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പുറത്തുനിന്നാണ് ആ കളമൊരുക്കൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത് ആരാ? അത് ഒരുക്കി കൊടുത്തത് CPM ഗവൺമെന്റാണ്. ആംബുലൻസിലെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന ആളുടെ എൻട്രി ഉൾപ്പെടെ 14 മണിക്കൂർ ഒരു കമ്മീഷണർ നിരന്തരം നിന്ന് പൂരം കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മേലൊരു ADGP ഇല്ലേ, അതിൻ്റെ മേലൊരു DGP ഇല്ലേ, അതിൻ്റെ മേലൊരു ആഭ്യന്തരമന്ത്രി ഇല്ലേ, അദ്ദേഹം തന്നെയല്ലേ മുഖ്യമന്ത്രി? വൈഡിൻ്റെ ഇൻവോൾവ് എന്താ? തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടും BJP എന്താ സമരം ചെയ്യാത്തത്? അവരവിടെ പിന്നെ ഒരു എക്സ്പെക്റ്റഡ് ലൈൻസ് ഉണ്ടല്ലോ, അത്തരം ഒരു ഇഷ്യൂ വരുമ്പോൾ അതിലൊരു മുതലെടുപ്പിന് ശ്രമിക്കാൻ സാധാരണ ചാടി പുറപ്പെടേണ്ടി വരുന്ന ആളുകളല്ലേ. എന്താ അവർ സമരം ചെയ്യാത്ത? എന്താ ഈ മീറ്റിംഗ് നടന്നിട്ടും CM ഉൾപ്പെടെയുള്ള ആളുകൾ ADGP-നെ ലാസ്റ്റ് മിനിറ്റ് വരെ ആ പൊസിഷനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തലോടുക എന്ന് പറയാം, തല്ലിന്ന് പറയാൻ പറ്റില്ല, അതിന് പോലും മടിച്ചെന്ന്. അപ്പോൾ അതൊരു നെക്സസ് ഉണ്ട്. ആ നെക്സസിനെതിരായി ഇവിടുത്തെ CPM പ്രവർത്തകർ പോലും ഇത്തവണ വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. BJP-ക്കാരും ഈ കൂട്ടുകെട്ടിനെതിരായിട്ട് വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. നേരത്തെ ആളുള്ള ചോദ്യം ഞാനൊന്ന് റീഫ്രേസ് ചെയ്ത് ചോദിക്കാം. ഈ ശ്രീധരനെതിരായിട്ട് because you didn't get the expected answer. No, not because of that. Context is different. ഈ ശ്രീധരനെതിരായിട്ട് ഷാഫി പറമ്പിലിന് കിട്ടിയ വോട്ടുകൾ C. കൃഷ്ണകുമാറിനെതിരായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടും എന്ന് താങ്കൾ കരുതുന്നു? അല്ല, അതിൽ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഞാൻ അതിനൊന്നും കൂടെ റീഫേസ് ചെയ്യാം. ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ ഒരു കാരണവശാലും കൃഷ്ണകുമാറിന് കിട്ടാൻ പോകുന്നില്ല. അതൊരു BJP-യുടെ പാർട്ടി വോട്ടുകളല്ല. അത് കിട്ടിയത് മുഴുവൻ എന്നോട് അന്ന് മറ്റേ കൽപ്പാത്തി പ്രദേശത്ത് നിന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ 2 പേരെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? എന്നോട് നേരിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ 2 പേരെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? വി ഡോണ്ട് വാണ്ട് ടു ലീവ് യു ബട്ട് വി വോണ്ട് ശ്രീധരൻ ജി ഓൾസോ. അന്ന് അപ്പം അതൊന്നും ഒരു BJP കാൻഡിഡേറ്റിന് കിട്ടുന്ന വോട്ടല്ല. അത് ഒരിക്കലും ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടാനും പോകുന്നില്ല. ഷാഫി പറഞ്ഞു, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഏക UDF-ന്റെ പ്രതിനിധിയായിരുന്നു ഇലക്ഷൻ. അല്ല, UDF-ന് N. ശംസുദ്ദീൻ ഉണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധി. അത്രയും വിശ്വാസം അർപ്പിച്ച് ഒരു വലിയ കടുത്ത മത്സരത്തിലൂടെയാണ് ഷാഫിയിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചത്. എന്നിട്ടും
ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി ഈ വടകരയിലേക്ക് മാറുന്നതിന് എന്തായിരുന്നു ആ സാഹചര്യം എന്നുള്ള ഒരു സാധനമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചോദിക്കുന്നത്, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, വടകരയിൽ ഇപ്പൊ മുരളീധരൻ മത്സരിക്കുന്നു, വടകരയിൽ മുരളീധരൻ ജയിക്കും എന്നറിയാം. ഇനി ഇത് മാറിയത് മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്നത് ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഷാനിമോൻ ഉസ്മാനെതിരായിട്ട് വന്നു. അപ്പോൾ ഇനി ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഷാഫിയെ പോലെ ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ ഷാഫിയെ പോലെ ഒരാളെ പാലക്കാട് ഇത്രയും ജനകീയനായ 3ാം തവണയും നിൽക്കുന്ന ഒരാളെ ഇതുപോലെ കടുത്ത മത്സരം നേരിടുന്ന പാലക്കാട് നിലനിർത്തുകയും അവിടെ ഇപ്പൊ സിദ്ദീഖ് ഉൾപ്പെടെ പലരും ഉണ്ട്. കോൺഗ്രസിന് മുസ്ലിം നേതാക്കളുടെ യാതൊരു കുറവുമില്ല. എന്നിട്ടും ഷാഫി തന്നെ അങ്ങോട്ട് പോകണം. ഷാഫി തന്നെ പറഞ്ഞു ഷാഫിക്ക് അത് മെന്റലി അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. അതെന്താണ്? അതാണ് എല്ലാവരും ഉയർത്തുന്ന ഒരു പിന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഒന്ന്, മുരളീധരൻ തൃശ്ശൂർ മത്സരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ അൺഎക്സ്പെക്റ്റഡായി ലീഡർ K കരുണാകരൻ്റെ മകൻ ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തത് അവർ ചെയ്യുമെന്ന് BJP-ക്കാർ പോലും അവരെ പറ്റി പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം അവരെടുത്തത്. തൃശ്ശൂരിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ BJP-യോട് ഒരു സ്ട്രോങ് ഫൈറ്റ് വേണം എന്ന് പാർട്ടി തീരുമാനിക്കുകയാണ്. ആ സ്ട്രോങ് ഫൈറ്റിന് ആരാണ് തയ്യാറെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ലീഡറുടെ പൊളിറ്റിക്കൽ പാരമ്പര്യത്തെ ഹോൾഡ് ചെയ്യുന്ന, ഒരിക്കലും പിന്നെ RSSുമായി ഒരു കാലത്തും കേരളം കൂട്ടിക്കെട്ടാത്തൊരു പേര്, ആളുടെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് അതിനോട് പിന്നെ പൊളിറ്റിക്കലി നീതി പുലർത്തുന്ന ഒരാൾ K മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ, ഫ്രം ദ ബ്ലഡ്. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരിക എന്നുള്ളൊരു തീരുമാനം. ആ തീരുമാനം തൃശ്ശൂരിൽ പരാജയപ്പെട്ടെങ്കിലും എനിക്ക് ഉൾപ്പെടെ പറയേണ്ടതായിട്ടുള്ള കാര്യം, കേരളത്തിലെ 20 സ്ഥാനാർത്ഥികൾക്കും ആ ഫൈറ്റിന് മുരളീധരൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വാസം. കാരണം അങ്ങനെ ഒരു ചതി അവിടെ നടന്നപ്പോൾ കോൺഗ്രസ് അവിടെ ബാക്ക് ഓഫ് ചെയ്യല്ല ചെയ്തു. കോൺഗ്രസ് അതിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ K മുരളീധരനെ തന്നെ അവിടെ ഫീൽഡ് ചെയ്യാണ് ചെയ്തത്. അതിന് വടകരയിലും കോഴിക്കോടും കാസർഗോഡും തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റം വന്ന സമയത്ത് വടകരയിലും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് വടകര. അദ്ദേഹം വളരെ നന്നായി പ്രവർത്തിച്ച സ്ഥലമാണ് വടകര. അപ്പം അവിടെ പകരം ഒരു കാൻഡിഡേറ്റിൻ്റെ ഡിസ്കഷൻ വന്നപ്പോൾ താങ്കൾ തന്നെ റൈറ്റ്ലി യു ഹവ് മെൻഷൻ പല നേതാക്കന്മാരും കോൺഗ്രസിൽ, ഇനിയിപ്പോൾ അത് വേറെ ഏത് മാനദണ്ഡങ്ങൾ നോക്കിയാലും ഒന്നിലധികം നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ അവിടെ പകരം ഓപ്ഷൻ ആര് എന്നുള്ള കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പല പേരുകളിൽ നിന്ന് അവർ ചൂസ് ചെയ്ത് അവർ പകരം അവരോട് ചോദിച്ച് മുരളീധരൻ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ ആര് വരണം എന്നുള്ള ഓപ്ഷൻസിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത പേരുകളിലൊന്ന് എൻ്റെ ആയിപ്പോയി. അവൻ ഇവിടെ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇത് പാലക്കാട് നിന്ന് മാറുമ്പോൾ അതൊരു നെഗറ്റീവ് മെസ്സേജ് അല്ലേ എന്ന് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് പാർട്ടിയോട്. അപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം, എവ്രി സീറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ നമ്പറും പ്രധാനമാണ്. നമുക്ക് നല്ലൊരു കൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞങ്ങൾ അതിന് വിശ്വസിക്കുന്നത്, പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പെന്ന് നോക്കിക്കണ്ട ഇവിടുത്തെ ഇലക്ഷൻ പണ്ഡിറ്റുകളും നാഷണൽ മീഡിയയൊക്കെ വളരെ ബോധപൂർവമായി പിന്നെ ഒരു പ്രോ BJP സ്റ്റാൻഡ് എടുത്തിട്ട് അതിൻ്റെ വാർത്തകളും പ്രചരണങ്ങളൊക്കെ അരങ്ങ് തകർക്കുന്ന ഒരു കാലത്ത് രാജ്യത്തിൻ്റെ ഏത് മുക്കിൽ നിന്നാണെങ്കിലും മൂലയിൽ നിന്നാണെങ്കിലും കോൺഗ്രസിന് ഓരോ സീറ്റും കൂടുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുണ്ട് എന്ന് കൺവിൻസിങ് ആയിട്ട് ലീഡർഷിപ്പ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതിൻ്റെ ശേഷം ഇവിടുത്തെ ഇനിയിപ്പോൾ ജയിച്ചു എന്ന് വിചാരിക്കുക വടകരയിൽ പോയിട്ട്, എനിക്ക് എൻ്റെ കൺസേൺ അപ്പോൾ വടകരയിൽ പോയി ജയിക്കോ തോക്കുമെന്നൊന്നും ആയിരുന്നില്ല. ഐ വാസ് തിങ്കിങ് അബൌട്ട് പാലക്കാട് ഓൺലി. അപ്പം ഞാൻ ചോദിച്ചു പാലക്കാട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, BJPയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി K മുരളീധരനെ അയച്ചതിൻ്റെ പേരിൽ വന്ന വേക്കൻസിയിലേക്ക് ഷാഫി പോയിട്ടൊരു ഇലക്ഷൻ ജയിച്ചാൽ തീർച്ചയായിട്ടും അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, തൃശ്ശൂരിലെ BJPയും പാർട്ടി തോൽപ്പിക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് പാലക്കാട്ടെ പൊളിറ്റിക്കൽ മൈൻഡ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് പൊതുവേ ഉണ്ടാവുന്ന റിസൾട്ടിൻ്റെ ഫേവർ അഡ്വാൻറ്റേജ് പാലക്കാടും ഉണ്ടാവും. ഷാഫിയും കൂടെ അതുപോലെ ശ്രീകണ്ഠനും ജയിക്കും. നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി നിന്നാൽ കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാൾ നല്ല മെജോറിറ്റിയിൽ പാലക്കാടും ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് പാർട്ടി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്.